രണ്ടാം ദിനവും ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനവുമായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ വിജയേട്ടൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധനം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വിജയേട്ടൻ എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രത്തിന്റെ റീ റിലീസിന് ശേഷമുള്ള 4K വെർഷന്റെ ശനിയാഴ്ച ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് അണിച്ചൊരുക്കി 2000 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വിജയേട്ടൻ എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ 4K വെർഷനെ റീ റിലീസ് ചെയ്തപ്പോൾ മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 23 ലക്ഷം രൂപ സ്വന്തമാക്കിയ കാഴ്ച നമ്മൾ കണ്ടാണ്. രണ്ടാം ദിനം ചിത്രത്തിന് ഇതിനോടുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 15 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത്. എന്തൊക്കെയാണ് മികച്ചൊരു അഭിപ്രായം മികച്ച കളക്ഷൻ നേടി ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം നടത്തിയ പാലേരി മാണിക്യം എന്ന സിനിമ റീ റിലീസ് ചെയ്തെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സ്ഥിതി വിജയേട്ടന് വന്നിട്ടില്ല. ചിത്രം കാണാൻ വേണ്ടി പ്രഷർ ഇപ്പൊ ഒരു ഇടിച്ചു കയറുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും നിരവധി മമ്മൂക്ക ചിത്രങ്ങൾ റീ റിലീസ് വഴി തിയേറ്ററിലെത്തുന്ന ഇതിനോട് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ശനിയാഴ്ച ദിവസം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട്. അപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെത്തിയ വിജയേട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ 4K വെർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.